ഇന്ത്യൻ സൂപ്പർ ലീഗിലെ കരുത്തന്മാരുടെ പോരാട്ടത്തിൽ FC ഗോവയ്ക്കെതിരെ അടിതെറ്റി കേരള ബ്ലാസ്റ്റേഴ്സിനെ എതിരില്ലാത്ത ഒരു ഗോളിനാണ് FC ഗോവ തകർത്തത്. ആദ്യ പകുതിയുടെ അധിക സമയത്ത് 46-ാം മിനിറ്റിൽ വിക്ടർ റോഡ്രിഗസിന്റെ ഫ്രീ കിക്കിൽ നിന്ന് റൗളിൻ റോജസ് ആണ് ഗോവയുടെ വിജയ ഗോൾ നേടിയത്. ഇരു ടീമുകളും ആക്രമണ ഫുട്ബോൾ കാഴ്ചവെച്ചപ്പോൾ ബ്ലാസ്റ്റേഴ്സിന്റെ ആക്രമണത്തിന് തീരെ ശക്തി കുറവായിരുന്നു. ഗോവൻ താരങ്ങൾ ബ്ലാസ്റ്റേഴ്സിനെ വരിഞ്ഞു മുറുക്കിയെന്ന് തന്നെ പറയാം. കരുത്തരായ ഗോവ അവരുടെ തട്ടകത്തിൽ 4-2-3-1 എന്ന ഫോർമേഷനിൽ ഇറങ്ങിയപ്പോൾ ബ്ലാസ്റ്റേഴ്സ് 4-2-2-2 എന്ന ഫോർമേഷനിൽ ഇറങ്ങിയാണ് എതിർത്തത്. എന്നാൽ ബ്ലാസ്റ്റേഴ്സിന്റെ മുന്നേറ്റങ്ങളെല്ലാം ഗോവൻ പ്രതിരോധത്തിൽ തട്ടിയകലുന്ന കാഴ്ചയാണ് കളിയിലുടനീളം കണ്ടത്. ബ്ലാസ്റ്റേഴ്സ് താരങ്ങളെ ഒരു രീതിയിലും തങ്ങളുടെ കോട്ട ഭേദിച്ച് കടക്കാൻ പ്രതിരോധത്തിൽ പേരുകേട്ട ഗോവൻ പ്രതിരോധ നിര സമ്മതിച്ചില്ല. എങ്കിലും ചില നീക്കങ്ങൾ ബ്ലാസ്റ്റേഴ്സ് നടത്തിയെങ്കിലും എല്ലാം പരാജയമായിരുന്നു. കളി തുടങ്ങി 8-ാം മിനിറ്റിൽ ക്വാമി പെപ്രയ്ക്ക് കിട്ടിയ ഒരു സുവർണ അവസരം നഷ്ടപ്പെടുത്തി പിന്നീട് ദിമിത്രിയോസും വിപിൻ മോഹനനും ഗോവൻ ഗോൾ വല ലക്ഷ്യം വെച്ച് ഷോട്ട് എടുത്തെങ്കിലും FC ഗോവയുടെ ഗോൾ കീപ്പർ അർഷ്ദീപ് സിംഗിന് മുന്നിൽ വിഫലമാകുകയായിരുന്നു. പന്ത് കൈവശം വെക്കുന്നതിൽ ഗോവയ്ക്കൊപ്പം തന്നെ ബ്ലാസ്റ്റേഴ്സിനും സാധിച്ചെങ്കിലും കളിക്കളത്തിൽ തീരെ ജീവനില്ലാത്ത പ്രകടനമാണ് ബ്ലാസ്റ്റേഴ്സ് താരങ്ങൾ നടത്തിയത്. ലോങ് പാസുകളൊക്കെ തന്നെ വെറുതെ അടിച്ചു കളയുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചത്. പ്രതിരോധ നിരയുടെ കാര്യം പറയുകയാണെങ്കിൽ നിരവധി ഗോവൻ മുന്നേറ്റങ്ങൾ തടയാൻ സാധിച്ചെങ്കിലും ഗോവൻ ആക്രമണത്തിന് മുന്നിൽ പതറുന്ന ബ്ലാസ്റ്റേഴ്സ് പ്രതിരോധ നിരയാണ് കളിക്കളത്തിൽ കണ്ടത്. ഗോവയുടെ റൗളിംഗ് ബോർജസും റോഡ്രിഗസും നോവയും ഫെർണാണ്ടസും ജയ് ഗുപ്തയും എല്ലാം കനത്ത വെല്ലുവിളി തന്നെയാണ് ബ്ലാസ്റ്റേഴ്സ് ഗോൾ മുഖത്ത് സൃഷ്ടിച്ചത്. എന്നാൽ തിരിച്ച് ബ്ലാസ്റ്റേഴ്സിന് ഗോവയെ സമ്മർദ്ദത്തിലാക്കുന്ന രീതിയിൽ മികച്ച മുന്നേറ്റങ്ങൾ അധികമൊന്നും നടത്താൻ സാധിച്ചില്ല. ജിങ്ങന്റെയും ഒഡിയയുടെയും നേതൃത്വത്തിലുള്ള ഗോവൻ പ്രതിരോധം അതിന് സമ്മതിച്ചില്ല എന്ന് പറയുന്നതാകും കൂടുതൽ നല്ലത്. ബ്ലാസ്റ്റേഴ്സ് ഗോൾ മുഖത്ത് സച്ചിൻ സുരേഷ് മികച്ച പ്രകടനം തന്നെ കാഴ്ചവെച്ചു എന്ന് പറയാം. എന്നാൽ ബ്ലാസ്റ്റേഴ്സിനെ ഇവിടം വരെ ഉയർത്തിക്കൊണ്ടുവന്ന കോച്ച് എന്ന് പറയുമ്പോഴും ഇവാൻ യുക്കോമനോവിച്ചിന്റെ നിലവിലെ തീരുമാനങ്ങൾ തീർത്തും മോശമെന്ന് തന്നെ പറയേണ്ടി വരും. അതുപോലെ താരങ്ങൾക്ക് കൊടുക്കുന്ന ശിക്ഷണവും മോശമെന്ന് തന്നെയാണ് കളി കാണുമ്പോൾ മനസ്സിലാകുന്നത്. അതുപോലെ സബ്സ്റ്റിറ്റ്യൂഷനുകൾ യഥാക്രമം നടത്താതെയും ഇന്ത്യൻ മുന്നേറ്റ താരങ്ങൾക്ക് കൂടുതൽ അവസരങ്ങൾ നൽകാതെയും പഴയ അടവുകൾ തന്നെ വീണ്ടും വീണ്ടും പരീക്ഷിച്ച് തോൽക്കുന്ന കാഴ്ചയുമാണ് കളിക്കളത്തിൽ. നിലവിൽ ISLന്റെ 10ാം സീസണിൽ ആവറേജിന് താഴെ മാത്രം പ്രകടനം നടത്തുന്ന ടീമുകളുമായി വിജയിച്ചത് എന്നതല്ലാതെ കുറച്ചെങ്കിലും ഇടിച്ചു നിൽക്കുന്നതും ശക്തരായ ടീമുകൾക്കുമെതിരെ ബ്ലാസ്റ്റേഴ്സ് താരങ്ങൾ പതറുന്നൊരു അവസ്ഥയാണ്. നിലവിൽ പോയിന്റ് ടേബിളിൽ 2ാം സ്ഥാനത്താണെന്ന് പറയുമ്പോഴും ബ്ലാസ്റ്റേഴ്സ് 9 മത്സരങ്ങൾ കളിച്ചു കഴിഞ്ഞു. മറ്റ് മുൻനിരയിൽ നിൽക്കുന്ന ടീമുകളെല്ലാം 3-4 മത്സരങ്ങൾ കുറവാണ് കളിച്ചതെന്ന് കൂടി നമ്മൾ ഓർക്കണം. എന്തായാലും പാഠങ്ങൾ ഉൾക്കൊണ്ട് ബ്ലാസ്റ്റേഴ്സ് കൂടുതൽ ശക്തിയോടെ തിരിച്ചു വരുമെന്ന് പ്രതീക്ഷിക്കാം. ഡിസംബർ 14-ന് പഞ്ചാബ് FCയുമായിട്ടാണ് ബ്ലാസ്റ്റേഴ്സിന്റെ അടുത്ത മത്സരം. കൂടുതൽ ISL അപ്ഡേറ്റുകൾക്കായി ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.